വെൽക്കം ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം വെച്ചിട്ടായിരിക്കും, നല്ലൊരു മൂമെൻറ്റ് വെച്ചിട്ടായിരിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ നിന്ന് കുറച്ച് മോശമായിട്ടൊരു മൂമെൻറ്റ് എനിക്കിടെ മുട്ടൻ പണീനെ കുറിച്ചാണ് നമ്മുടെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ എത്രത്തോളം ഉണ്ടാകുമെന്ന് അറിയില്ല, വീഡിയോ ക്ലാരിറ്റി ഒന്നും ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നേരത്തെ കുറേ റീൽസും ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും, ഷോർട്സ് എല്ലാം കണ്ടിട്ടുണ്ടാകും. നമ്മൾ RX100 ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടൻ പണീനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ വീഡിയോ കാണുന്നത്. അത് നേരെയാക്കാൻ പോകുന്ന കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്തിട്ടില്ല. ആ റെക്ടിഫൈ ചെയ്യുന്നതും അതെന്താ കംപ്ലയിൻറ്റ് നമുക്ക് പോയിട്ട് അവിടെ പോയി ചെക്ക് ചെയ്യണതൊക്കെ ആയിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഏതത്തോളം ഉണ്ടെന്നറിയില്ല, നമ്മുടെ വണ്ടി ഏതാ പിന്നാലെ നിൽക്കുന്നുണ്ടല്ലോ, അവനെങ്ങനെ പോയിട്ട് ഒന്ന് റെഡി ആക്കണം. ഇതാണ് നമ്മുടെ വണ്ടി RX100, 1991 മോഡലാണ്. ജപ്പാനല്ല കേട്ടോ. ഇതിലൊരു എൻജിൻ പണിയായിട്ടാണ് കിട്ടിയത്. നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ അടുത്തുനിന്നൊരു ഒരു എൻജിൻ നോയ്സ് വരുന്നുണ്ട്. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ പാലക്കാടിൽ തന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു മെക്കാനിക്കൽ എൻസാരി പറഞ്ഞ ചേട്ടനുണ്ട്, അണ്ണനുണ്ട്. ആ അണ്ണൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് എന്താണ് കംപ്ലയിൻ്റ് എന്ന് അറിയാം. കാരണം ഞാൻ ഇഷ്ടംപോലെ വീഡിയോ തപ്പി യൂട്യൂബിൽ, പക്ഷേ എനിക്ക് ഒരു കംപ്ലയിൻറ്റും അങ്ങനത്തെ ഒരു റെക്ടിഫൈ ചെയ്യുന്ന പോലത്തെ ഒരു കംപ്ലയിൻറ്റ്, എനിക്ക് വന്ന കംപ്ലയിൻറ്റ് അവിടെയും കണ്ടില്ല. സോ നിങ്ങൾക്കായിരിക്കും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരമായിക്കോട്ടെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലത്തെ നിറയെ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നല്ലോണം, ട്രിപ്പും ട്രാവലൊക്കെ ആയിട്ട്. എനിക്ക് ഇവൻ്റെ കംപ്ലയിൻറ്റ് വന്ന പിന്നെ ഇന്നലെ മിന്നാന്ന് വൈകിട്ട് വന്നത്. അതിന് പിന്നെ എനിക്ക് സമാധാനമില്ല, പൈസയും കയ്യിലില്ല, സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ്. സോ ഇവനെ കൊണ്ട് നേരാക്കാൻ പോകുന്നതാണ് ഈ വീഡിയോ. ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഫുള്ളായി കാണാം. ചെറിയ ട്രാവലും പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ, അവിടെ പോയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വേഗം തന്നെ പോവാം. എനിക്കേറ്റവും പേടി പോകുന്ന വഴിയിൽ വല്ല എൻജിൻ പിസ്റ്റം പിടിച്ച് നിൽക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം എന്തുവാ, ഒരു നോൺ പോർട്ടഡ് i2 എൻജിനാണ്. നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല മൈലേജും, ഹൈവേയിലൊക്കെ നല്ല 45-ൻ്റെ അടുത്ത്, ഏകദേശം 50-ൻ്റെ അടുത്തൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട് ഓരോ സമയത്ത്. എനിക്ക് ഇടുക്കിയൊക്കെ പോകുന്ന സമയത്ത് അത്രയും നല്ലൊരു എൻജിനാണ്. അതിനെ മോശമാക്കിയോ നമ്മൾ ടൂറ്റുപോയിൽ ഓടിച്ചിട്ടും ഇല്ല. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് പോണ വഴിയിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ പോവുകയാണ്. നമുക്ക് എന്തായാലും പോയിട്ട് വീഡിയോ കണ്ടിന്യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മൾ പാലക്കാട് ഇവിടെ നിന്ന് ടൗണിൽ കയറി കൽമണ്ഡപത്തിന് കയറാനുള്ള വഴി വരെ എത്തിയിട്ടുണ്ട്. ഞാൻ മെല്ലെ പേടിച്ച് ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഹൈവേയിലേക്ക് കയറണം എന്നുള്ള സ്റ്റെപ്പ് ആയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഹൈവേ നേരെ കൽമണ്ഡപം ആ ഭാഗത്തേക്ക് കയറണം. ഞാൻ അവിടെ പോലുള്ള വീഡിയോ കാണാം. നമുക്ക് അവിടെ പോയിട്ട് റെക്ടിഫൈ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഈ വണ്ടി ഓടിച്ചൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു വണ്ടിയുടെ സിലിണ്ടറിൽ യാതൊരു കംപ്ലയിൻ്റ് ഇല്ല. അതിന് മേലത്തെ റബ്ബർ പോയത് കൊണ്ടാണ് ഇത്രയും നോയ്സ് വന്നിരിക്കുന്നത്. റബ്ബറല്ല, ഉള്ള റബ്ബർ പിന്നെ പഴയ റബ്ബർ ആയതുകൊണ്ടാണ് ഇത്രയും നോയ്സ് വന്നത്. അത് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ എഞ്ചിനുള്ളിൽ എന്തെങ്കിലും ഉരയ്ക്കുന്നത് പോലെയൊക്കെ തോന്നും. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, സിലിണ്ടർ നല്ല സിലിണ്ടറാണ് എന്നാണ് റിപ്പീറ്റ് ആൾ പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഒരു കംപ്ലയിൻറ്റും ഇല്ല സാധനത്തിന്. അത് പിന്നെ ഫിക്സ് ചെയ്യണതാണ്. പുതിയ റബ്ബർ വാങ്ങിയിട്ട് വന്നു. റബ്ബർ വാങ്ങിയിട്ട് വന്നിട്ട് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു പണി കിട്ടി പറഞ്ഞാൽ നമ്മുടെ കാർബറേറ്ററിൽ ഒരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കംപ്ലയിൻറ്റ് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറ്റാന്നുള്ള സെറ്റപ്പിലാണ് ഇരുന്നത്. പക്ഷേ അത് ഒരു മുട്ടൻ പണിയായിരുന്നു ഗൈസ്. ഏകദേശം 2 പ്രാവശ്യം നമ്മൾ കാർബറേറ്റർ അയച്ച് ഒരിക്കൽ ക്ലീൻ ചെയ്ത് പിന്നിട്ടിട്ടും ഒന്ന് ട്യൂണിങ് കറക്റ്റ് വരാതെ പിന്നെ ഒരു തവണയും കൂടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷനിലേക്ക് വരുത്തിയത്. കുറച്ച് അധികം പണി വിട്ടു പുള്ളിക്കാരൻ. എന്നിട്ട് നമ്മുടെ അടുത്ത് ലേബറും വാങ്ങിയത് ചെറിയ ലേബർ തന്നെ പറഞ്ഞു, 250 രൂപ ലേബറാണ് വാങ്ങിയത്. കാരണം കുറേ നേരം അതിൽ കിടന്ന് മല്ലി കിട്ടി. കാരണം ഫുഡ് കഴിക്കുന്ന ടൈം പോലും ആൾ പോകാതെ അത് ചെയ്തതാണ്. എന്നിട്ട് എത്രയും ലേബർ വാങ്ങുള്ളൂ, ന്യായമായിട്ടൊരു ലേബറെ വാങ്ങാമെന്നുള്ളൂ. എപ്പോൾ പോയാലും നമ്മുടെ അടുത്തുനിന്നല്ല എല്ലാവരുടെ അടുത്തും കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. എന്തായാലും നിങ്ങൾക്ക് ആരെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം, കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. ദൈവം നമ്മളോട് കൂടെയാണെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. സംഭവം വന്നിട്ട് ഇതിൻ്റെ റബ്ബറിൻ്റെ ഒരു സൗണ്ടാണ്, സിലിണ്ടറിൻ്റെ സൗണ്ടാണ് വരുന്നത്. അല്ലാണ്ട് ഉള്ളിലുള്ള കംപ്ലയിൻറ്റുകളൊന്നും അല്ല, കണക്റ്റിംഗ് റോഡിൻ്റെയോ അല്ല. അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഒരു കംപ്ലയിൻറ്റോ അല്ലാന്ന് നമ്മൾ പറഞ്ഞു. അവൾ ഏകദേശം നല്ലൊരു ഡോക്ടർ പോലെ തന്നെയാണ് മനസ്സിലാക്കുക. നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മൾ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു പോയി നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ ഹാൻഡിൽ കുറച്ച് ഒരു ബെൻഡ് ഉണ്ടായിരുന്നു. അത് ബെൻഡെല്ലാം ഒരു വളവൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് റെഡിയാക്കി. അതേപോലെ തന്നെ നമ്മുടെ
ഈ എന്താ റബ്ബേഴ്സ് റബ്ബേഴ്സൊക്കെ നമ്മൾ നേരെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ കാർബറേറ്റർ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ നേരെ ഇരുന്നിട്ടാണ് ആ കാർബറേറ്ററിൻ്റെ വർക്കുകൾ തീർത്തത്. അത് ഒരാൾക്ക് തന്നെ പ്രാന്തായി, ഇത്രയും ടഫായിരുന്നു. പിന്നെ ആൾ എപ്പോഴും പറയാറൊന്നുണ്ട്, തീർക്കാൻ പറ്റാത്ത കംപ്ലൈൻറ്റുകളൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ആൾ വന്നതെന്ന് വെച്ചാൽ കാർബറേറ്റർ നമ്മുടെ ഹാർട്ട് പോലെയാണ്, അതിൽ ബ്ലോക്കായി എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. റെഡിയാക്കാൻ വെച്ചാൽ നമ്മൾ കുത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇതാ കണ്ടല്ലോ, എല്ലാ സൈഡും റബ്ബറെല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്രാഷ് കാർഡ് ഒരു ബെൻഡ് ഉണ്ടായിരുന്നു, അതെല്ലാം നിവർത്തി. പിന്നെ നമ്മുടെ എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 5000 കിലോമീറ്ററാണ് അതിൻ്റെ പീരീഡ് പറയുന്നത്. ഏകദേശം നമ്മൾ 5000 കിലോമീറ്റർ. കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ വണ്ടി എന്താ പറയുക ഒരേ ഓട്ടമായിരുന്നു. ഏകദേശം 5000 കിലോമീറ്റർ കഴിഞ്ഞു വണ്ടിയുടെ. അപ്പോൾ കിലോമീറ്റർ കുറച്ചൊക്കെ മീറ്റർ കേബിളില്ലാതെ ഓടിയുണ്ട്. അപ്പോൾ കുറച്ച് ചില്ലറ കേബിൾ അതൊക്കെ ആയിട്ട്, പക്ഷേ എഞ്ചിൻ ഓയിൽ തീരെ ഇല്ലാകില്ല ഉണ്ട്. എന്നാലും നമ്മളൊരു നല്ലൊരു കിലോമീറ്റർ തന്നെ മാറ്റി. ഏകദേശം വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. ലേബറും സാധനങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരു 1000 രൂപ അടുത്തായി. ഇപ്പോൾ വണ്ടി കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കുട്ടപ്പനെ കിട്ടി. ആളെപ്പോൾ പോകുമ്പോൾ വന്നേ പറയുള്ളൂ, എനിക്ക് സിലിണ്ടറിനെ നിന്ന് നശിപ്പിക്കരുത്, നല്ല സിലിണ്ടറാണ്. കാരണം ഇത് i2 സിലിണ്ടറാണ്, പുതിയ ജൻ സിലിണ്ടറാണ്. അതുപോലെ തന്നെ വണ്ടി നല്ല സ്മൂത്താണ്. ഈ സ്മൂത്ത് കളയണ്ട, ഈ സിലിണ്ടർ നശിപ്പിക്കരുത്, നേരെ നോക്കണം വേണ്ട എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പാർക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. സ്പാർക്ക് വെളിയിൽ വരുന്ന പോലെ ആളെ ചെക്ക് ചെയ്ത് ആ സംഭവം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സ്പാർക്ക് വെളിയിൽ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് അതിൻ്റെ കണക്ടർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ വണ്ടി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടാണ് നമ്മുടെ വണ്ടീൻ്റെ കണ്ടീഷൻ. നമുക്ക് കിട്ടുമ്പോൾ എന്ത് കണ്ടീഷൻ ഉണ്ടോ അതേ കണ്ടീഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു കംപ്ലൈൻറ്റും ആക്കിയിട്ടില്ല. നമുക്ക് വരുന്ന കംപ്ലൈൻറ്റ് അപ്പം നോക്കി റെക്ടിഫൈ ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് ഞാൻ വണ്ടീനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ആ കംപ്ലൈൻറ്റ് അപ്പം നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഓരോ കംപ്ലൈൻറ്റ് വരുന്നതോറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കെൻ്റെ വണ്ടി എന്ന് വെച്ചാൽ സംതിങ് സ്പെഷ്യൽ എന്നല്ല, അതിനെക്കാട്ടും ഉപരി നല്ലൊരു സ്പെഷ്യലാണ്. എനിക്ക് എൻ്റെ ആദ്യത്തെ വണ്ടി, എൻ്റെ വീട്ടിലെ ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ കാറീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്താ പറയുക, എൻ്റെ ഫസ്റ്റത്തെ വണ്ടിയുമാണ്. എന്താ പറയുക, അതുകൊണ്ട് തന്നെ അതിനെ എന്താ പറയുക നമ്മളെ നോക്കുമ്പോൾ തന്നെ ഞാൻ കൂടെ എനിക്ക് പനി വന്നാൽ കൂടെ തന്നെ വല്ല മരുന്ന് വെച്ചിട്ട് ഇപ്പോൾ മാറ്റുള്ളൂ. ഇവനൊരു പനി വന്നു പറഞ്ഞാൽ എവിടെന്നെങ്കിലും കട കൊടുത്തുള്ള സാധനങ്ങൾ എന്തെങ്കിലും കാണി ഞാൻ കംപ്ലൈൻ്റ് ആയിപ്പോയാൽ എൻ്റെ ഈ ഫോൺ ഇപ്പോൾ ഒരു ഐഫോണെ കിടക്കുകയാണ് കയ്യിൽ, തട്ടിക്കൂട്ടി വാങ്ങിയതാണ്. അതെങ്കിലും കൊടുക്കുക, വാങ്ങിയിട്ട് ഒരു മാസം കൂടെ തികയുന്നില്ല. അതും കൂടെ കൊടുത്തിട്ടെങ്ങാണെങ്കിലും നമ്മൾ അത് റെഡിയാക്കും എന്നുള്ള മൈൻഡിലായിരുന്നു. കൊടുക്കാനുള്ള പ്ലാനിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് OLX ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കെയറായിട്ട് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളും ഒരു RX ഓണറാണെങ്കിൽ ആ വണ്ടിയെ ഒരിക്കലും നശിപ്പിക്കാതെ നല്ല രീതിക്ക് നോക്കിക്കൊണ്ട് പോവുക. ഞാൻ ഇവിടെ പുറത്താണ്, നമ്മുടെ ഫോൺ ക്യാമറ മൈക്കൊന്നുമില്ല, അതുകൊണ്ട് നിറയെ നോയ്സൊക്കെ ഉണ്ടാവും. എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാമറ നോക്കി സംസാരിക്കാൻ. ഞാൻ ശ്രമിക്കാം. നമുക്കിനി ഫ്യൂച്ചറിലൊരു GoPro ഒക്കെ വാങ്ങാൻ പറ്റിയാൽ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ GoPro ഒക്കെ വാങ്ങാൻ പറ്റും. നിറയെ റൈഡിങ് വീഡിയോ ഒക്കെ ഇടുന്ന ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. യൂട്യൂബിൽ നല്ല വീഡിയോസൊക്കെ ഇടുന്ന ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പല ടൈമിൽ നമ്മൾ ശ്രമിച്ചാലും വൈറലാകാത്തതുകൊണ്ടാണ് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഏകദേശം കുറച്ച് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുതിയ പോളിസിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു ചാൻസ് കിട്ടുമോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ വീഡിയോ വന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചെക്കൻ്റെ വീഡിയോസ് നിറയെ വരുന്നു. സോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെറിയൊരു കംപ്ലൈൻ്റ് ആയിരിക്കും. തിങ്ക് ചെയ്തിട്ട് നമ്മളിഷ്ടം എന്നെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിൽ തിങ്ക് ചെയ്ത് പ്രാന്തായിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. എന്താ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഈ വീഡിയോ കാണുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും പിന്നെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസ്, ഇനി നല്ല റൈഡിങ് വീഡിയോസ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുക. അപ്പോൾ നമ്മൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരെ സൈനിങ് ഔട്ട്.